എന്നെ കൊല്ലാൻ നോക്കുന്നേ. അയ്യോ, മര്യാദക്ക് അവിടെ നിന്നോ. നീ നിക്കാനോ? എന്റെ പട്ടി നിക്കോടാ. നീ പോയടാ. എടാ, നിന്നെ ഞങ്ങളൊന്നും ചെയ്യില്ല. നീ നിക്ക്. നിന്റെയൊക്കെ വേല എനിക്ക് അറിയണ പട്ടികളെ. ഞാൻ നിക്കൂലെന്ന് പറഞ്ഞ നിക്കൂല. റോയി, എടാ നിന്നോട് അവിടെ നിക്കാന്നാ പറഞ്ഞേ. എടാ ഒമിത്തെ, നീ അവന്മാരെ പിടിച്ച് പൂട്ടിയിട്, അല്ലെങ്കിൽ അവന്മാരെ എന്നെ കൊല്ലോടാ. മാധവ, രാവിലെ റോയുടെ കൂടെ നിന്നല്ലാതെ എനിക്ക് ഈ പാവത്തിൽ പങ്കില്ലടാ, സത്യം. നീ ഓട്ടം മതിയാക്കി വാടാ. നിനക്കങ്ങനെ പറയാടാ തെണ്ടി. അവന്മാരെ എന്നെയല്ലേ പഞ്ഞിക്കിടുന്നേ. എവിടെ അവൻ? എന്ത്? അവൻ പിന്നെ നിന്നില്ല സാറേ, ഗ്രൗണ്ട് ചുറ്റും ഓടുവാ. വിടരുത്, ഒരു കാരണവശാലും അവനെ വിട്ടുപോകരുത്. സാർ, സാറിനെ പ്രിൻസിപ്പളെ വിളിക്കുന്നു. ഞാൻ ഇപ്പൊ ഇല്ല അവൻ ഇങ്ങോട്ട് വന്നേ. അതെങ്ങനെയാ? ഇവന്മാർ രാവിലെ തൊട്ട് എന്നെ ഏറി കേട്ടുമല്ല. അവനെ കൈ കിട്ടിയാൽ വിടരുത്. ഞാൻ വരുന്നവരെ പിടിച്ചു നിർത്തി പോണം. എവിടെങ്കിലും കെട്ടിയിട്ട് ബാക്കി കാര്യം ഞാൻ. നിന്നെ എന്നെ കൈ കിട്ടോടാ. എന്റെ സാറേ, സാറൊക്കെ ഒരു സാറാണോ? സാറേ, സാറാണോ കുട്ടിയാണോന്ന് ഞാൻ പറയണം. ഞാൻ വരുന്നടാ, വരുന്നു. നീ നിക്കവിടെ. റോയി, അയ്യോ നീ പോണ പട്ടി. ഞാൻ വരില്ലടാ. മാസി, ദാ കോഫി. എന്താടോ, എന്തു പറ്റി? മാസി, എന്താ പറ്റിയേ? തന്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നേ? സുഖമില്ലേ മാസി? നിനക്ക് വയ്യേ? ഈ കോഫി കുടിക്ക, ക്ഷീണമെല്ലാം മാറും. മാസി, നിന്നോടാ ഞാൻ ഈ ചോദിക്കുന്നേ. നീ എന്താ ഒന്നും മിണ്ടാത്തെ? എന്താടോ, ഇവിടെ ആരെങ്കിലും തന്നെ വല്ല വഴക്ക് പറഞ്ഞോ? അപ്പോ ഇവിടെ ഉള്ളവര് തനിക്ക് ഒരുപാട് പ്രശ്നം. ആ, എന്താടോ? പ്ലീസ്. എന്ത്? ഞാൻ മഹിയേട്ടനോട് ഒരു കാര്യം പറയാം. ഇത് എന്റെ ഒരു അപേക്ഷയാ. എന്നോടൊരു തരിയെങ്കിലും സ്നേഹം ബാക്കിയുണ്ടെങ്കിൽ മഹിയേട്ടൻ ഇത് പറയുന്ന അനുസരിക്കണം. നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? മഹിക്ക് നിന്നോടുള്ള ഇഷ്ടം ഒരു തരി മാത്രമല്ലെന്ന് നിനക്ക് നല്ലോണം അറിയാലോ. എന്നാ ആ ഇഷ്ടം വെച്ച് ചോദിക്ക, അല്ല അപേക്ഷിക്ക. എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ മഹിയേട്ട? മാസി, പ്ലീസ് മഹിയേട്ട, ഞാൻ പറയുന്ന ഒന്ന് കേക്കോ? എന്താടോ, എന്താ തനിക്ക് പറ്റിയേ? രാവിലെ വരെ തനിക്ക് ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ, ഇപ്പോൾ എന്താ പറ്റിയേ? ആരെങ്കിലും തന്നെ? ആരും ഒന്നും ചെയ്തില്ല മഹിയേട്ട. നമുക്ക് ഈ ജന്മം ഒന്നിക്കാൻ പറ്റില്ല, അതാ സത്യം. മൈഥിലി, എന്തായി? എന്താ പ്രിൻസ് പറഞ്ഞേ? നീ അത് വിട് ജെനി, അങ്ങനെ എന്ത് വേണേലും പറയട്ടെ. പക്ഷേ നമുക്ക് എന്തെങ്കിലും തന്നു വിട്ടിട്ടുണ്ടോ? ഉണ്ടോന്നോ? അതെന്ത് ചോദ്യം എന്റെ റോസമ്മേ. ഒരു കൊട്ടപ്പൊടിയുണ്ട്, എടുക്കട്ടെ? അതെയല്ലേ, എന്നാ എടുക്ക്. അതെ, കുറച്ചു സമയം മിണ്ടാതിരിക്കുകയാണെങ്കിൽ എന്റെ ജോലി കംപ്ലീറ്റ് ആക്കാമായിരുന്നു. നീ പറ. അപ്പോ ഫസ്റ്റ് ഗിഫ്റ്റ് ഞാൻ വായിക്കാം.
After a careful investigation, I have concluded that you violated the... ഓ ഇത് വാണിംഗ് ലെറ്റർ അല്ലേ? നീ ഇനി ഇത് വായിച്ചു ബുദ്ധിമുട്ടണ്ട. ഇത് ഒരുപാട് കേട്ടിട്ടുള്ള. വാടാ പോവാ. തല്ലുള്ളിൽ അങ്ങനെ പോവല്ലേ. വേറൊരു ഗിഫ്റ്റും കൂടെ തന്നു വിട്ടിട്ടുണ്ട്. എക്സ്പ്ലനേഷൻ ലെറ്റർ. ഇത് ഒത്തിരി കണ്ടിട്ടുള്ളതാ മോളെ. മോനെ അമിതേ, നീ ഒരുപാട് എക്സ്പ്ലനേഷൻ ലെറ്റർ കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ഇതങ്ങനെയല്ല. ഇവിടെ നമ്മുടെ സൈൻ അല്ല വേണ്ടത്. പിന്നെ നിന്റെ അപ്പന്റെയോ അമ്മയുടെയോ ആരുടെങ്കിലും ഒരാളുടെ സൈൻ മതി. പക്ഷെ അത് മറ്റന്നാൾ വൈകുന്നേരത്തിനുള്ളിൽ ഓഫീസിലെത്തിരിക്കണം. ആഹാ സുഭാഷ്. അതിലാരും വിഷമിക്കണ്ട. നമ്മുടെ ക്ലാസ്സിലെ 35 പേർക്കും തന്നു വിട്ടിട്ടുണ്ട്. ക്ലാസ് ലീഡർക്ക് കണക്ക് പറ്റിയെന്ന് പറയടാ. ക്ലാസ്സിൽ 35 അല്ല 36 സ്റ്റുഡൻസ് ഉണ്ട്. ആ അറിയാം. അടങ്ങെ പറഞ്ഞു തീർന്നില്ലല്ലോ. നമ്മുടെ ബയോകെമിസ്ട്രി ലാബിൽ എക്സ്പെരിമെന്റ് നടത്തി കഴിവ് തെളിയിച്ച റോയ് മാത്യുവിനെ അനുമോദിക്കാൻ റോയുടെ അച്ഛനെ പ്രിൻസിപ്പൽ സാറ് നേരിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. അവിടുന്ന് ബാക്കി ലെറ്റർ കൊടുത്തോളൂ. ആഹാ അടിപൊളി. റോയിച്ചൻ 3G. ആരും പോയല്ലേ, തീർന്നിട്ടില്ല. ഇന്ന് രാവിലെ ക്ലാസ് നടത്തിയ പ്രത്യേക കലാവിരുന്നിന് ഓരോരുത്തർക്കും പ്രത്യേകം പ്രൈസ് തന്നിട്ടിട്ടുണ്ട്. ഇവിടുത്തെ ചെയർസ്, വിൻഡോയുടെ ഗ്ലാസസ്, ഷെൽഫ്, ഫാന്, ലൈറ്റ്, പിന്നെ അവിടെ ഇരിക്കുന്ന ക്ലോക്ക്, ഇതെല്ലാം നശിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് പെർ ഹെഡ് 1000 rupees വെച്ച് തരണം. ഇപ്പൊ തരാൻ കയ്യിൽ കാശില്ലെങ്കിൽ? ഇപ്പൊ തന്നെ ക്യാഷ് കളക്ട് ചെയ്യാനാ സാർ എന്നോട് പറഞ്ഞേക്കുന്നത്. നാളെ രാവിലെ തന്നെ ക്യാഷ് സാറിനെ ഏൽപ്പിക്കണ്ട. ക്യാഷ് തരാത്തവരുടെ കാര്യം സാർ നോക്കിക്കോളും. സോ എല്ലാരും ക്യാഷ് എടുത്തോ. ഈ മാസമെങ്കിലും മെബ്ലിന്റെ ലിപ്സ്റ്റിക് മേടിക്കണമെന്ന് വെച്ചിരുന്നതാ. അതും പോയി കിട്ടി. രാഹുൽ ക്യാഷ്. ഓക്കെ. അമിത് തടോ. 1000 വേണോ? 500 പോരെ? ഡാ അമിട്ട്, ഇതെല്ലാം കാണിച്ചു വെച്ചതും പോരാഞ്ഞിട്ട് ഇപ്പൊ 500 മതിയെന്നോ? ഇതെല്ലാം തുടങ്ങി വെച്ചത് നീ അല്ലേ? എന്നിട്ടിപ്പോ എനിക്ക് ക്യാഷ് തരാൻ പറ്റില്ലെങ്കിൽ പറ, ഞാൻ സാറിനോട് പോയി പറഞ്ഞേക്കാം. അയ്യോ വേണ്ട, ഇതാ പിടിച്ചോ എന്റെ ക്യാഷ്. എന്റെ തന്തയ്ക്ക് കോളേജിലോട്ട് വരാൻ ടൈമില്ല. ക്യാഷ് എന്താന്ന് കേട്ടില്ല. ക്യാഷ് താട പട്ടി. അയ്യോ മോശം മോശം മോശം. എന്നാൽ എന്റെ മൈഥിലി മോളെ, ഒന്നില്ലെങ്കിലും നീ ഇവിടുത്തെ ക്ലാസ് ലീഡർ അല്ലേ? കുറച്ച് സ്റ്റാൻഡേർഡ് കാണിച്ചൂടെ? ഇതൊരുമാതിരി ചന്ത പിള്ളേരെ പോലെ പട്ടി പൂച്ച എന്ത് പാടേ? അയ്യോ സോറി ചേട്ടാ, ഞങ്ങള് കുടുംബപരമായിട്ട് എങ്ങനെയാ കുറച്ച് സ്റ്റാൻഡേർഡ് കുറവുള്ള ടീംസാണേ. പ്രത്യേകിച്ച് എൻ്റെ അമ്മയ്ക്ക് ഒരു ആങ്ങളുണ്ട്. പുള്ളിയും പുള്ളിയുടെ മോനും ഒക്കെ തനി കൂതറകളാ. മൈഥിലി എന്ത് പറ്റി ചേട്ടാ? എന്റെ അമ്മാവനെ പറഞ്ഞപ്പോ ചേട്ടന്റെ BP കൂടിയോ? മൈഥിലി ചുമ്മാ ഇവിടുന്ന് പ്രശ്നം ഉണ്ടാക്കാൻ പോയെ. ഞാനിവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല. ക്യാഷ് എന്നാ ഞാൻ പോവും. ക്യാഷ് തരാൻ എനിക്ക് മനസ്സിലടി. ചുമ്മാ കിടന്ന് വിളയാതെ ക്യാഷ് എടുക്കണം. എടുത്തില്ലെങ്കിൽ ഓഹോ എന്നാ വാടാ, 1000 എന്നുള്ളത് നമുക്ക് 5000 ആക്കാം. ഇവിടെ ഈ ഒരു പ്രശ്നം വേണ്ട. ദാ മാഡിയുടെ ക്യാഷ്. ഇവന്റെ ക്യാഷ് നീ എന്തിനാ തരുന്നേ? അതിപ്പോ താൻ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ, തനിക്ക് ക്യാഷ് കിട്ടിയാ പോരെ. ഓ അത് ഞാൻ മറന്നു, നീയാണല്ലോ ഇവന്റെ ഫാൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് അല്ലേ? ആയിക്കോട്ടെ. അതെ, പിന്നൊരു കാര്യം, ഈ സ്റ്റാറിനെ ആരാധിക്കുന്ന കൂട്ടത്തിൽ ഒരു കാര്യം ശ്രദ്ധിച്ചില്ലാന്ന് തോന്നുന്നു. ആ മുഖത്തോടൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. പൂത്തിരി നിന്ന് കത്തിയപ്പോ പിടിച്ച കാരി എപ്പോഴും മുഖത്തുണ്ട്. അത് തുടച്ചിട്ട് നിന്റെ സ്റ്റാറിനോട് ഡയലോഗ് അടിക്കാൻ പറ. പോടാ, പോയി തരത്തിപ്പോയി കളി.
എന്റെ ജസ്റ്റിനെ സത്യത്തിൽ എന്താ തന്റെ പ്രശ്നം? മനസ്സ് ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തണോ? എടോ, അത് സത്യത്തിൽ എന്റെ ഒരു ട്രിക്ക് അല്ലേ. അവൾ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ നല്ലോണം ബുദ്ധിമുട്ടും. അപ്പൊ അവള് ഇവിടെ വെറുതെ ഇരിക്കുന്ന എന്റെ ഹെൽപ്പ് ചോദിക്കും. ആഹാ, എന്നിട്ട്? അപ്പൊ അവളോട് കുറച്ച് കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഇങ്ങനെ ജോലി ചെയ്യാലോ. എങ്ങനെ? ഓ, നിന്റെ പണ്ടത്തുള്ള സ്വഭാവത്തിന് ഇപ്പോഴും ഒരു മാറ്റമില്ലല്ലോ ജസ്റ്റിന്. ദേ, ആ കൊച്ചൊരു പാവ, അതിനെ വെറുതെ വിട്ടേക്ക്. അങ്ങനെ അവളെ വെറുതെ വിടാനായിരുന്നെങ്കിൽ ഈ ജസ്റ്റിന് അവളെ നോട്ടം വിട്ടില്ലായിരുന്നല്ലോ. നീ നോക്കിക്കോ, അവളെ എന്റെ വരുതിയിൽ വരും. ഇത് ചെയ്തിട്ടൊന്നും ശരിയാവുന്നില്ലല്ലോ. ആ, സാർ വന്നു. സാർ, ഒന്നിങ്ങോട്ട് വരുമോ? ആ, എന്താ റൊമാൻസി? അത് സാർ, ഞാനിത് എത്ര ചെയ്തിട്ട് ശരിയാവുന്നില്ല. സാർ ഫ്രീ ആണെങ്കിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ? ഓഫ് കോഴ്സ്, പിന്നെന്താ? എവിടെയാ പ്രശ്നം? മാനസി, സർ, come to my cabin. ഓ, ഇവനത് എന്തിനു കേടാം എല്ലാം നശിപ്പിക്കാനായിട്ട്. സർ, Come in. Lock the door. I said lock the door. ഏട്ടാ, എന്താ തനിക്ക് പറഞ്ഞ മനസ്സിലാവില്ലേ? എന്താ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? ആ ജസ്റ്റിനായിട്ട് അവിടെ എന്തുവായിരുന്നു? അല്ല, അത് സാറിനോട് ഞാൻ ഡൗട്ട്സ് ചോദിച്ചോണ്ടിരിക്കായിരുന്നു. നിനക്ക് ഡൗട്ട്സ് ചോദിക്കാൻ ഇവിടെ വേറെ ആരും കിട്ടിയില്ലേ? കിട്ടിയില്ലെന്നാ? സാർ അവിടെ ഫ്രീ ആയിരുന്നു, അതാ ഞാൻ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ജോലി ചെയ്യാൻ വന്ന ഒറ്റയ്ക്കൊന്ന് ജോലി ചെയ്തോണം, അല്ലാതെ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇവിടുത്തെ സാറിനോടോ ലേഡി സ്റ്റാഫ്സിനോടോ പോയി ചോദിക്കും. പിന്നെ എന്നോട് ഡൗട്ട് ചോദിക്കാൻ നിന്റെ ഈഗോ നിനക്ക് സമ്മതിക്കില്ല എന്ന് എനിക്കറിയാം. അല്ല, അപ്പൊ ജസ്റ്റിൻ സാറ്. മാനസി, ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. പിന്നെ ആദ്യം ചുറ്റുമുള്ളവരുടെ സ്വഭാവം പോയി മനസ്സിലാക്കും, എന്നിട്ട് ഡൗട്ട്സ് ക്ലിയർ ആക്കാൻ പോകും. അവളുടെ ഒരു ജസ്റ്റിൻ സാർ. അതിന് മഹിയുടെ സാറ്. ഇനി നിന്റെ ഒരു കാര്യത്തിലും ഞാൻ ഇടപെടാൻ വരില്ല. അതല്ലേ നിനക്ക് വേണ്ടത്. നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. തനിക്ക് പോവാം. നമ്മുടെ ക്യാൻറ്റീനിൽ വന്ന പുതിയ ചേച്ചി കൊള്ളാല്ലേ, ഫുഡിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ആ, അത് ശരിയാ. നേരത്തെ ഉണ്ടായിരുന്ന ചേച്ചിയോട് എപ്പോഴും വഴക്കിടാനേ നമുക്ക് നേരം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഫുഡ് കൊള്ളാം. ഏയ്, ഇതൊക്കെ എന്ത്? നിങ്ങൾ മാധവിയമ്മ ഉണ്ടാക്കുന്ന ഫുഡൊന്നും കഴിച്ചിട്ടില്ലല്ലോ? ഓർക്കുമ്പോ തന്നെ വായിൽ വെള്ളം വരും. ഇത് പറഞ്ഞ് മാധവിയമ്മ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാൻ കൊതിയാവുക. അതിനെന്താ, നമുക്കൊരു ലീവ് കിട്ടട്ടെ, എല്ലാവർക്കും കൂടെ നമുക്ക് എന്റെ വീട്ടിൽ പോവാം. എന്നിട്ട് നമുക്ക് മാധവിയമ്മ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ കഴിച്ച് അടിച്ചു പൊളിക്കാം. എങ്ങനെ, ഓക്കെ അല്ലേ? പിന്നെ ഡബിൾ ഓക്കെ. നോക്കടാ, നല്ല ചെറുക്ക്. എന്താ ഒരു സ്ട്രക്ചർ. നീ ഒന്നും നന്നാവില്ലാന്ന് വെച്ച് കച്ചവിട്ട് ഇറങ്ങിയിരിക്ക. സീനിയേഴ്സിനെങ്കിലും വെറുതെ വിടറ. ഓ പിന്നെ അതിനെന്താ ഇപ്പോ? സീനിയേഴ്സ് ആണെങ്കിലും ജൂനിയേഴ്സ് ആണെങ്കിലും സ്ട്രക്ചർ ഒരുപോലെ അല്ലേ അളിയ?
അതെ, അവളുമാരുടെ കയ്യിലെ ചൂട് നീ അറിയുമ്പോ താനെ നിർത്തിക്കോളും. അങ്ങനെയാണെങ്കി റോയി എപ്പോഴും നിർത്തണ്ടാവും ഇതൊക്കെ. ഇതൊക്കെ ഒരു രസമല്ലേ അളിയാ. പറഞ്ഞതുപോലെ റോയി എന്തേ? അവനെ പിന്നെ കണ്ടതേ ഇല്ലല്ലോ. നമ്മളെ പേടിച്ച് ഇനി അവനെങ്ങാനും അവൻ ഏതെങ്കിലും പെമ്പിള്ളാരുടെ കുറെ വായി നോക്കി നടപ്പുണ്ടാവും. അവനല്ലേ ആള്, അല്ലേ അളിയാ? അല്ല, നീ എന്തോ ഇത് എന്തോ പോയ അണ്ണനെ പോലെ നിൽക്കുന്ന. ഈ ദീപാവലി എപ്പോഴാ? ദീപാവലിയോ? ദീപാവലി ഏപ്രിൽ അല്ലേ? അല്ലേ? പോട്ടാ, ഏപ്രിലൊന്നും അല്ല ദീപാവലി, നവംബറിലും കണ്ട. ഓ, ഇപ്പൊ ഏത് മാസത്തിലായാലും നമുക്കല്ല. അല്ല, നീ എന്തിനാ ഇപ്പൊ ദീപാവലി അന്വേഷിക്കുന്നേ? എടാ, അപ്പോഴല്ലേ പടക്കം പൊട്ടിക്കാൻ പറ്റത്തുള്ളൂ. എടാ, ഇനി വരുന്ന ദീപാവലിക്ക് നമുക്ക് എല്ലാവർക്കും എന്റെ വീട്ടിൽ കൂടാം. എങ്ങനെ? നമുക്ക് എന്നിട്ട് നിറയെ ഗുണ്ട് മേടിച്ച് പൊട്ടിക്കണം. ഗുണ്ടൊക്കെ വേണോ അല്ലയാ? നമുക്ക് വല്ല കമ്പത്തിരിയോ പൂത്തിരി. അല്ല, ഗുണ്ട് മതി. അയ്യോ, സെറ്റ്. പോന്നു. റോയ്, ഓ കാലന്മാര്, ഇവന്മാരെന്നെ മനസ്സമ്മതത്തോടെ നടക്കാനും സമ്മതിക്കത്തില്ല. പോടാ പുല്ലേ. പോയി പാവം. എന്താ ഒരു സന്തോഷം. ചെറുതിലെ പോലും ഇങ്ങനെ സന്തോഷിക്കുന്ന ഞാൻ കണ്ടിട്ടു. അല്ല രാമിത്തെ, നമ്മുടെ ക്ലാസ് ലീഡർ അത്ര പോരല്ലേ? ഇവനിത് രാമിത്തെ, ഈ ക്യാഷ് ഒക്കെ ഇങ്ങനെ ക്ലാസ് വെച്ചു പോയാ ആരെങ്കിലും എടുത്താലോ? കള്ളന്മാരൊക്കെയുള്ള കാലല്ലേ? അതിന്റെ ഇടയ്ക്ക് നീ അത് പഠിച്ചു മാറ്റിയ പൂറപ്പട്ടി. ഞാൻ അത് വെറുതെ എതിരി കയറ്റിയല്ലേ, നീ അതിൽ കയറി കൊളുത്തിക്കോ. ഓ അങ്ങനെ. ആരെങ്കിലും ക്യാഷ് എടുത്താൽ നമുക്ക് എല്ലാവർക്കും തന്നെയല്ലേ നാണക്കേട്. അതെങ്ങനെയാ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു ക്ലാസ് ലീഡറിനെ അസാരം എടുത്തു വെച്ചേക്കുന്ന? എന്താണ് നിന്റെ പ്രശ്നം? എനിക്കെന്ത് പ്രശ്നം? നീക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടോടാ അമിത? എനിക്കോ ഒരു പ്രശ്നമില്ല. നശിപ്പിച്ച് ഇതു വേണ്ട, വാ. എല്ലാരും ശ്രദ്ധിക്കുന്നു. ഇവന്മാര് മനഃപൂർവ്വം വഴക്കിടാൻ തന്നെ വേണ്ടിയ. നീ വാ. രുക്മിണി. എന്താണ് രുക്മിണിയോ? അല്ല, രുക്മിണിയല്ല, മൈഥിലി. പേര് മാറിപ്പോയല്ലേ. മൈഥിലി. മാധവൻ നിന്ന് നോക്കി മീശ വിരിച്ചിട്ടുണ്ട്, നീ സൂക്ഷിച്ചോ. അല്ല, എങ്ങനെയുണ്ട് ഡയലോഗ്? നീ തങ്കപ്പനടാ, പൊന്നപ്പന. അമ്മിട്ടെ, നീ ആദ്യം മാധവന് മീശ വളരാൻ കുറച്ച് കരടി നീ മേടിച്ചു കൊടുക്കും. കുറച്ച് നീ തേക്കടാ, മീശയില്ലാതെ പിരിക്കാൻ വന്നേക്കുന്നവൻ. ഹലോ മൈഥിലി. കർത്താവേ, ഇവന്മാരെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയ? എന്താടാ? നിനക്കെന്താ?
നീയൊക്കെ ഇതിനെ ഇങ്ങോട്ട് വന്നേനാ. ഞങ്ങൾക്ക് ഇഷ്ടമെടുത്ത് വരും. നീ ആരുടെ ചോദിക്കാം? നീയൊക്കെ ഇഷ്ടമെടുത്ത് പോവോ വരുമോ എന്താന്ന് വെച്ചാ അതൊക്കെ ഈ ക്ലാസ്സിന് പുറത്ത്. ഇത് ഞങ്ങളുടെ ഏരിയ. ഇവിടെ ആര് കയറണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഓ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് കാണുമല്ലോ. എന്താ ഇത് മാധവ്? വേണ്ട, വെറുതെ ഇവിടെ കിടന്ന് വഴക്കുണ്ടാകാതെ പോയെ. ആദ്യം ഇവനോട് പോവാൻ പറ. ഹേ മൈഥിലി, ഞാൻ തന്നെ കാണാൻ വന്നാടോ. താ പേടിക്കണ്ട, ഇവൻ വെറുതെ ഷോ ഇറക്കുമല്ലേ. ഇവളെ കാണാൻ വരെ നീ ആരടാ? മതി, എന്നെ കാണാൻ പലരും വരും. അതൊക്കെ നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ? മൈഥിലി, താനിതൊന്നും മൈൻഡ് ആക്കണ്ട. ചേട്ടാ പ്ലീസ്, നമുക്ക് ക്ലാസ്സിന് വെളിയിൽ നിന്ന് സംസാരിക്കാം. എടോ മൈഥിലി, ഞാൻ പറഞ്ഞില്ലേ താൻ ഇവന്മാരെ കാണാനൊന്നും പേടിക്കണ്ട. തന്റെ കൂടെ എല്ലാത്തിനും ഞാൻ ഉണ്ടാവും. ചേട്ടാ ചേട്ടാ പ്ലീസ്, വെറുതെ ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. പ്ലീസ് ഒന്ന് വെളിയിൽ ഇറങ്ങുമോ? താൻ പറഞ്ഞോണ്ട് മാത്രം ഞാൻ ഇവിടെ ഇറങ്ങാം. അല്ലാതെ ഇവന്മാരെയൊന്നും കണ്ടിട്ടില്ല. എന്താ? ഞാൻ അങ്ങോട്ട് വരണോ അതോ നീ ഇങ്ങോട്ട് വരുമോ? എന്താ നിന്റെ പ്രശ്നം? നീ, അതാ എന്റെ പ്രശ്നം. അതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല മാധവ. അറിയാടി, നല്ലോണം അറിയാം. എന്തേലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് എനിക്ക് മാത്രമാണെന്ന്. നീ ഒരുങ്ങിയിരുന്നു, നിന്നെ ഞാൻ ഇവിടുന്ന് പറപ്പിച്ചിരിക്കും. ആഹാ, ആണോ? എന്നാ എന്റെ പൊന്നുമോനൊന്ന് ചെയ്ത് കാണിക്കും, എന്നിട്ട് ഡയലോഗി. നീ പോവില്ലേ? നിക്ക്. കൈവിട്. നിന്നോട് കൈവിടാന്നാ ഞാൻ പറഞ്ഞേ. അങ്ങനെ അങ്ങ് പോവാതെ മൈഥിലി മോളെ. ഉടമ്പടി, എവിടേക്കാ നീ പോന്ന? നീ ഇങ്ങ് വന്നേ. ചേട്ടനൊരു കാര്യം പറയട്ടെ. വാടി. എന്താ? നീ ഇങ്ങ് അടുത്ത് വാ. കിടന്ന് തുള്ളാതെ. നീ വരുന്നവരെ ഞാൻ ഈ പിടിവിടില്ല. എന്താ എന്താന്ന് വെച്ചാ പറഞ്ഞു தொலைക്ക്. അങ്ങനെ മര്യാദക്ക് വാ. നീ വലിയ മതിൽ ചാട്ടക്കാരിയല്ലേ? മനസ്സിലായില്ല. നീ നമ്മുടെ പാലം ചാടി കിടന്ന് എന്റെ റൂമിൽ വന്നോളല്ലേ? അതേടാ, നിന്റെ റൂമിൽ വരിക മാത്രല്ല, വേണമെങ്കിൽ അവിടെ ബോംബ് കൊണ്ടുവന്ന് ഇടാനും ഈ മൈഥിലിക്ക് നല്ല ധൈര്യ. നീ അതും ചെയ്യും, അതിന്റെ അപ്പുറം ചെയ്യുമെന്ന് എനിക്ക് നല്ലോണം അറിയാം. പക്ഷെ ഞാൻ പറഞ്ഞിട്ട് ദോ അവന്മാരാരും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ നിന്നെ വെല്ലുവിളിക്കാം. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ മെൻസ് ഹോസ്റ്റലിന്റെ മതിൽ ചാടിക്കടന്ന് എന്റെ റൂമിൽ വാ. എന്നെ വെല്ലുവിളിക്കാൻ നീ ആരാടാ നീർക്കോലി? പറഞ്ഞു തീർന്നില്ലടി മൈഥിലി മോളെ. കിടന്ന് തുള്ളാതെ. നീ വരുന്നതും കാത്ത് ഞാൻ അവിടെ ഉണ്ടാവും. വെറുതെ വേണ്ട. നീ ഇന്ന് പിരിച്ച 35,000 ഇല്ലേ, അത് ഞാൻ അങ്ങ് എടുത്തു. നിനക്ക് നിന്റെ ക്യാഷ് വേണമെങ്കിൽ. മാധവ ചുമ്മാ കഴിക്കില്ല, മര്യാദയ്ക്ക് ക്യാഷ് വന്നു, അല്ലെങ്കിൽ ഞാൻ കംപ്ലൈന്റ് കൊടുക്കും. അങ്ങനെ കിടന്ന് തുള്ളാതെ. കംപ്ലൈന്റ് കൊടുക്കുന്നതും കൊടുക്കാത്തതും ഒക്കെ നിന്റെ ഇഷ്ടം. കംപ്ലൈന്റ് കൊടുത്താൽ എനിക്കൊരു സസ്പെൻഷൻ, അതിൽ കൂടുതലൊന്നും ഉണ്ടാവില്ല. പിന്നെ നിനക്ക് ക്യാഷ് വേണമെങ്കിൽ നീ വാ. ഇല്ലെങ്കിൽ കോട്ടപ്പുഴ ഹൗസിലെ അനുരാധ മേനോനും മകൾ മൈഥിലി മേനോനും ധൈര്യമില്ലാത്തവരാണെന്ന് ഞാനും എന്റെ ഫ്രണ്ട്സ് ഒന്ന് കരുതിക്കോളാം. വെറുതെ എന്തിനാ നിന്റെ അമ്മയെ കൂടെ എന്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ ധൈര്യമില്ലാത്തവളാക്കുന്നത്? മാധവ,
കൂൾ ഡൗൺ ബേബ്. നീ ആലോചിക്കും നല്ലോണം. നിന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നീ ഈ വെല്ലുവിളി സ്വീകരിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ചേട്ടൻ കാത്തിരിക്കും. പിന്നെ നീ പോയി ബാഗ് പരിശോധിക്കാൻ നിൽക്കണ്ട. അതിൽ നിന്ന് ക്യാഷ് ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ട്. നിധു, മാധവ് നിന്നെ ട്രാപ്പ് ചെയ്യാൻ നോക്കിയിരിക്കുക. അതുകൊണ്ട് പറഞ്ഞു കേട്ടല്ലോ, അവന്റെ വെല്ലുവിളിയൊന്നും നീ കാര്യമായിട്ട് എടുക്കണ്ട. എന്നാലും ഗായു, ഇതങ്ങനെയല്ല. എന്നെ പറഞ്ഞ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഇതെന്റെ അമ്മ. എടോ, നീ അവിടെ ഹോസ്റ്റലിൽ കയറിയ അവൻ അവിടെ പ്രശ്നം ഉണ്ടാക്കും. എല്ലാവരും അറിയും നീ കുറ്റക്കാരിയാവും. നിനക്കെതിരെ ആക്ഷൻ എടുക്കും. അത് തന്നെയാ അവന് വേണ്ടതും. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യം ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. നാളെ രാവിലെ അവൻ ക്യാഷ് തന്നില്ലെങ്കിൽ നമുക്ക് സാറിനോട് കംപ്ലൈന്റ് ചെയ്യാം. വേറെ ഒന്നും നീ വിചാരിക്കണ്ട. റോസു, നിധിയുടെ റൂമിലൊന്നും കാണുന്നില്ല. അവള് മതില് ചാടിയെന്നാ തോന്നുന്നേ. എന്നോട് അവന്റെ കളി. അവന്റെ വെല്ലുവിളിയൊക്കെ ഞാൻ പൊളിച്ചടക്കി കൊടുക്കുന്നുണ്ട്. ആ കാലിന്റെ റൂം ഏതാന്ന് എനിക്കറിയില്ലല്ലോ ദൈവമേ. എന്റെ കർത്താവേ, അവന്മാരൊക്കെ ഉറങ്ങിക്കൊണ്ടേ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ കിടന്ന് മൂടുമായിരുന്നു. ഇനി എനിക്ക് ഓടാനുള്ള ത്രാണിയില്ല.